സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒരു ചെറിയൊരു ടോപ്പിക്കും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ ഒരു സെഷനാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം ഉണ്ട്. അതിന്റെ സിലബസ് ഒക്കെ നമ്മൾ നോക്കിയതാണ്, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. എക്സ്പെക്റ്റഡ് മാർക്ക് ഷെയറിങ്, സ്റ്റഡി പ്ലാൻ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയത്. അപ്പൊ ഒരു ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് ക്രാക്ക് ചെയ്യാം, അതിൽ നിന്ന് ഓക്കെ. വോയിസ് ബ്രേക്ക് ആവണമെന്ന് പറയണേ. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസ് ഡിസ്കഷനും ദെൻ അതിന്റെ സ്റ്റഡി പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതായിരുന്നു. അപ്പൊ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൊരു ടോപ്പിക് എടുത്തിട്ട് അത് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഓരോ ടോപ്പിക് വൈസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ദെൻ ഈ ഒരു നമ്മൾ ഒരു എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വെബിനാറാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകാർക്ക്, ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകാർക്കെല്ലാം കോമൺ ആയിട്ട് വരുന്ന, അതിനേക്കാൾ ഉപരി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട് അതിന്റെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ തന്നെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബേസിക് ആണ് എന്ന് പറഞ്ഞാലും ഒരുപാട് പിള്ളേർക്ക് കുറച്ച് ഡിഫിക്കൽട്ട്, മനസ്സിലാക്കാൻ കുറച്ച് പാടും. ക്വസ്റ്റ്യൻസ് വന്നാൽ ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ എക്സാം ആണ്, സിലബസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക്, ഇലക്ട്രിക്കലുകാർക്കൊക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അതിന്റെ ആ ഒരു ഫസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് പ്രോബ്ലമാറ്റിക്കും തിയററ്റിക്കലി യൂഷ്വലി PSCക്ക് കണ്ടുവരുന്നത് ഇതിന് പ്രോബ്ലമാറ്റിക്കിനേക്കാൾ ഉപരി തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ടോപ്പിക്, അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് തന്നെ ഇലക്ട്രോണിക്സിറ്റി ആണെങ്കിലും ഇലക്ട്രിക്കലിന്റെ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ബാക്കി എല്ലാ ഇലക്ട്രോണിക്സിന്റെ ഫ്ലോ, അതിന്റെ ഫീൽഡ്, അതിന്റെ നേച്ചർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് രണ്ട് ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് കുളംസ് ലോയും രണ്ട് ഗോസസ് ലോയും. കുളംസ് ലോ ഒക്കെ നമ്മൾ +2 കാലഘട്ടത്തിലൊക്കെ പഠിച്ചതാണ്. ദെൻ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഗോസസ് ലോയും അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് കുളംസ് ലോ പെട്ടെന്ന് പറഞ്ഞു, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കുറച്ച് നേച്ചേഴ്സ്, അതിലെ ഡിഫറെന്റ് ടൈപ്സ്, ഇന്റൻസിറ്റി, ഡെൻസിറ്റി, ഗോസ് ലോ, അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയാൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ആദ്യം നോക്കാം. പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്. ഒരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന എന്തോ ഒരു സംഭവമാണെന്നൊക്കെ പേരിൽ തന്നെയുണ്ട് അല്ലെ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ചാർജാണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താ, ഒരു മോഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ചാർജിന്റെ കാരണം ഉണ്ടാവുന്ന ഫീൽഡ് അല്ലെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റാറ്റിക് കണ്ടീഷൻ, ഒരു സ്റ്റേഷനറി കണ്ടീഷൻ ഇരിക്കുന്ന ചാർജിന് അതിന് ചുറ്റുമുള്ള ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ പറ്റി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ലോസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ലോസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്ന് കുളംസ് ലോയും രണ്ട് ഗോസസ് ലോ എന്ന് പറയുന്ന രണ്ട് ലോസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുളംസ് ലോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് രണ്ട് നമ്മൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു സ്റ്റാറ്റിക് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുളംസ് ലോയും ഗോസസ് ലോയും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. കുളംസ് ലോ എന്താണ് നമ്മൾ പണ്ട് +2 പഠിച്ചത്? എന്താ, രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കേ,
ഇവിടെ ഒരു Q1 എന്ന് പറയുന്ന ഒരു ചാർജും ഉണ്ട്, Q2 എന്ന് പറയുന്ന ചാർജും ഉണ്ട് അല്ലെ. അപ്പൊ Q1 ഉണ്ട്, Q2 ഉണ്ട്. ഈ രണ്ട് ചാർജസും തമ്മിലുള്ള ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി, അത് ദാറ്റ് മേ ബി റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ, ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദാറ്റ് ചാർജ് അല്ലെ. അപ്പൊ ഈ രണ്ട് ചാർജും തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കുളംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് Q1 ആൻഡ് Q2 എന്ന് പറയുന്ന ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ Q1 ഉണ്ട്, ഇവിടെ Q2 ഉണ്ട്, ഇവിടെ Q3, Q4, Q5, Q6 അങ്ങനെ അപ് ടു Qn ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ചാർജസ് എല്ലാം ഒരൊറ്റ ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന Q1 എന്ന് പറയുന്ന ചാർജിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടെത്തണം, ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തണം. അപ്പോൾ ആ ഒരു ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കൂളംസ് ലോ എന്ന് പറയുന്ന ലോ എന്ന് പറയുന്നത്. അത് രണ്ട് ഒരു 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 എന്താ പറയുന്ന ഒരു കണ്ടീഷൻസ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് ദീസ് ചാർജസ്. ഇപ്പൊ സപ്പോസ് രണ്ട് ചാർജ് മാത്രം ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ Q1 into Q2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 into Q2. ഇത് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. കുളംസ് ലോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 അങ്ങനത്തെ കേസസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് directly proportional to the product of these charges and inversely proportional to the distance between these charges, square of the distance between these charges, inversely proportional to the square of the distance between the charges. അപ്പോൾ inversely proportional എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടും, കാരണം ഡിസ്റ്റൻസ് കുറയാണല്ലോ. അപ്പൊ ആ ഒരു ഫീൽഡുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും, അപ്പൊ കൂടുതൽ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാവുക. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ ഫീൽഡുകൾ തമ്മിൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പഠിച്ചല്ലോ, ആ ഫീൽഡുകൾ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ കുറവായിരിക്കും ഡിസ്റ്റൻസ് കൂടുമ്പോൾ. അങ്ങനെ ആകുമ്പോഴേക്കും തമ്മിലുള്ള ഫോഴ്സിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ കുളംസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് ഈ പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും വരുന്നത്, ഫോഴ്സ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ F ഈസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി എഴുതാം, ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, Q1 പ്രൊഡക്റ്റ് ഓഫ് Q1 ആൻഡ് Q2. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 into Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ആ പ്രൊപ്പോർഷണാലിറ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാണല്ലോ. നമുക്കൊരു കണ്ടീഷൻ കിട്ടി, F ഈസ് പ്രൊപ്പോർഷണൽ ടു, ഫോഴ്സ് എന്ന് പറയുന്നത് directly proportional to product of the charges and inversely proportional to the square of the distance between the charges ആണെന്ന് കിട്ടി. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ കടവെടുക്കുന്നത്. അത് എന്ന് പറയുന്നതാണ് ഒരു പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, അത് ഡിപ്പെൻസ് അപ്പോൺ ദ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമുക്ക് എന്തായാലും ഒരു മീഡിയത്തിന്റെ അകത്തായിരിക്കും ഈ ചാർജസ് ഒക്കെ ഇരിക്കുന്നത്. അതൊരു വാക്യൂം ആകാം, എന്തെങ്കിലും ഗേഷ്യസ് ആയിട്ടുള്ളാകാം, എന്തെങ്കിലും ലിക്വിഡ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം അല്ലെ. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ചാർജസിന്റെ ഫീൽഡ് ഒക്കെ നിലനിൽക്കുന്നത്. അതായത് ഈ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ ആ മീഡിയത്തിന് എത്രത്തോളം ഫീൽഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ഫീൽഡിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന് എത്രത്തോളം ഫീൽഡിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ കടമെടുക്കുകയാണ്. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, ഓരോ മീഡിയത്തിനും അത് യുണീക്ക് ആയിരിക്കും, അതൊരിക്കലും വേരി ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ 4π/ε0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ നമ്മൾ F ഇസ് ഈക്വൽ ടു K into Q1 Q2 by R സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഈ ε0 എന്ന് പറയുന്നതാണ് ഒരു ഫ്രീ സ്പേസിന്റെ, നമ്മൾ ഒരു മീഡിയംസ് ഒന്നുമില്ല, ഒരു ഫ്രീ സ്പേസ് ആണെന്ന് വിചാരിക്കുക, ഒരു വാക്യൂം സ്പേസ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ ε0 എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അത് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിനെ നമ്മൾ K എന്ന് പറയുന്ന ഒരു ടേം വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ദാറ്റ് K വിൽ ബി ഈക്വൽ ടു 1/4πε0 ആണ്. ആ ε0നെയാണ് നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ്
ഫ്രീ സ്പേസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ പെർമിറ്റിവിറ്റി എന്താണെന്ന് ഓർക്കുക, ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. എത്രത്തോളം ഇലക്ട്രിക് എനർജീനെ ഫീൽഡിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ഫീൽഡിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാംസിന് PSCയുടെ ആണെങ്കിലും ശരി, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും ശരി, ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ, കെയുടെ വാല്യൂ ഒക്കെ പ്രോബ്ലംസിൽ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതിനേക്കാൾ ഉപരി ഫ്രീ സ്പേസിന്റെ വാല്യൂ ഓർത്ത്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന്റെ വാല്യൂ ഓർത്ത് വെക്കുക. 8.854 into 10⁻⁻12 യൂണിറ്റും ശ്രദ്ധിക്കുക, ഫാരഡ്സ് പെർ മീറ്റർ ആണ് വരുന്നത്. ഫാരഡ്സ് പെർ മീറ്റർ ആണ് വരുന്നത്, ഓർത്ത് വെക്കുക. കാരണം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, PSCയുടെ ആണെന്ന് തോന്നുന്നു, സെയിം വാല്യൂ തന്നെ യൂണിറ്റ് മാറ്റിയിട്ട് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വെക്കുക. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 into 10⁻⁻12 അല്ല എന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൈ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 10⁻⁹ ഡിവൈഡ് ബൈ 36 പൈ ഫാരഡ്സ് പെർ മീറ്റർ. ഒരു പൈ ഇൻ ടേംസ് ഓഫ് പൈ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ ഒരു വാല്യൂ 8.854 നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, കാരണം ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1/4 എപ്സിലോൺ നോട്ടിന് നമുക്കൊരു സിമ്പിൾ വാല്യൂലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും 9 into 10⁻⁹ മീറ്റർ പെർ ഫാരഡ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പ്രോബ്ലം സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വാല്യൂ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10⁻⁹ മീറ്റർ പെർ ഫാരഡ് ആണ് വരുന്നത്. പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 into 10⁻⁻12. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന യൂണിറ്റ് ഫാരഡ്സ് പെർ മീറ്റർ ആണ് നമുക്ക് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോകാം. നമ്മളിപ്പോ ഇത്ര നേരെ പറഞ്ഞു തന്നെ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി എന്താണ് ആക്ച്വലി ഫീൽഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് എന്താ, ഒരു 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 എന്താ പറയാ, ഒരു പൊളാരിറ്റി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആണ്. ആ പാർട്ടിക്കിളിന് ഒരു ചാർജ് കാണും. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഇലക്ട്രിക് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിംപ്ലി ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ പാർട്ടിക്കിളിന് ചുറ്റുമിരിക്കുന്ന ആ ഒരു വല, നമ്മൾ പ്രഭാവലയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആ ഒരു പാർട്ടിക്കിളിന് ചുറ്റുമിരിക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്ന് പറയുന്നത് ചിലപ്പം ആ പാർട്ടിക്കിളിൽ നിന്ന് പുറത്തേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതാകാം, ചിലപ്പോൾ ആ പാർട്ടിക്കിളിന്റെ അകത്തേക്ക് കൺവേർജ് ചെയ്ത് വരുന്നതാണ്. ദാറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചാർജ്. ആ ചാർജിന്റെ നേച്ചറിനെ അനുസരിച്ചാണ് അതിന്റെ ആ ഫീൽഡിന്റെ ലൈൻ അല്ലെങ്കിൽ ആ ഫീൽഡിന്റെ നേച്ചർ ഇരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ ഫിഗർ നോക്കാം. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്താ, അതിന്റെ ലൈൻസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഫീൽഡ് എന്ന് വിളിക്കുന്ന ഡൈവേർജ് ചെയ്ത് പോവുക. ആ ചാർജിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വെളിയിലോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എങ്ങനെയാ? ആ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുക, ചാർജ് എല്ലാം അതിലേക്ക് കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ഇപ്പൊ എന്താ ഇങ്ങോട്ട് ചാർജ് വന്നുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇത് എല്ലാം അങ്ങോട്ടാണ് പുറത്തോട്ടാണ് വരുന്നത്. അപ്പൊ ഇവന്മാരങ്ങ് റിപ്പൽ ആയിപ്പോയിക്കൊണ്ടിരിക്കും. ലൈക്ക് ചാർജ് ആണെങ്കിൽ റിപ്പൽ ആയിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ചാർജുകളുടെ നേച്ചർ അനുസരിച്ചുകൊണ്ട് ഇപ്പൊ രണ്ട് ചാർജുകളെ നമ്മൾ അടുത്തുകൊണ്ട് വെക്കുമ്പോൾ ആ ചാർജുകളുടെ നേച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവൻ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഫീൽഡിന് ബേസിക്കലി ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, ഈ ചാർജിന് ചുറ്റുമുള്ള ഒരു ഏരിയ, ആ ഏരിയയിൽ ഈ ചാർജിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സാധിക്കും. അവന്റെ ചുറ്റും ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയക്കകത്ത് ഇവൻ അടിപൊളി സ്ട്രോങ് ആയിരിക്കും, അവന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഏരിയക്ക് വെളിയിലോട്ട് ഇവന് ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കില്ല. കാരണം ഇവന്റെ ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് ആ ഒരു ബൗണ്ടഡ് റീജിയനിൽ മാത്രമേ ഒരു എഫേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ആ ഒരു റീജിയനെയാണ് നമ്മൾ അതിന്റെ ഒരു ഫീൽഡ്, ആ ഒരു ചാർജിന്റെ ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവൻ അട്രാക്റ്റീവ് ആണോ അല്ലെങ്കിൽ രണ്ട് ചാർജ് അടുത്തുകൊണ്ട് വെക്കുമ്പോൾ അവിടെ റിപ്പൽഷൻ ആണോ അട്രാക്ഷൻ ആണോ എന്ന് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. ആ ചാർജ്, ആ പാർട്ടിക്കിളിന്റെ ചാർജിനെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ഫീൽഡിന്റെ ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അവിടെ ഉണ്ടാവുന്നത് അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിനെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് എന്താ, ആ ഫീൽഡിന് ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെ.
നമ്മളിപ്പോ ഫീൽഡ് എന്താണെന്ന് പഠിച്ചു, ആ റീജിയൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു റീജിയൻ ഉണ്ട്, ആ റീജിയന് എത്രത്തോളം കരുത്തുണ്ട് എന്ന് നമ്മൾ പറയണല്ലോ, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമ്മൾ പറയണല്ലോ. ആ സ്ട്രെങ്ത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേഗമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതിന് സപ്പോസ് ഇത് നമ്മുടെ പോയിന്റ് ചാർജ് ആണ്, ഇങ്ങനെ ഒരു പോയിന്റ് ചാർജ് ഇരിക്കുക, ഇവിടെ ഇങ്ങനെ അതിന്റെ ലൈൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അതിന്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിത് എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പറയാൻ പറ്റത്തുള്ളൂ അവന് ഇത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന്. അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പോയിന്റ് ചാർജ് എടുത്തു. പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് എന്താ, വിത്ത് റെസ്പെക്ട് ടു എൻവയോൺമെന്റ് വളരെ സ്മോൾ ആണെങ്കിൽ അതിന് നമുക്ക് പോയിന്റ് ചാർജ് എന്ന് വിളിക്കാം. ആ ഒരു പോയിന്റ് ചാർജിനെ എടുത്ത് ഞാൻ ഈ ഫീൽഡിന്റെ അകത്തോട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു. ഇതാണ് എന്റെ പോയിന്റ് ചാർജ്. അപ്പൊ ഈ പോയിന്റ് ചാർജ് ഞാൻ ഈ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫീൽഡ്, ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമല്ലോ. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്വാഭാവികമായിട്ടും ആ പോയിന്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഇല്ലേ? അപ്പൊ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒരു പോയിന്റ് ചാർജ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിൽ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ ബേസിക്കലി ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഫോഴ്സ് പെർ ചാർജ്. ഫോഴ്സ് പെർ ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം ഫോഴ്സ് ആ ചാർജിൽ എക്സേർട്ട് ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതാൻ സാധിക്കുമല്ലോ. നമ്മൾ കോൺസെപ്റ്റ് എന്താ, ഫോഴ്സ് പെർ ചാർജ് ആണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ചാർജ്, F/Q ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത് ഒരു ഫീൽഡിന്റെ അകത്ത് ഒരു പോയിന്റ് ചാർജ് കൊണ്ടുവെക്കുമ്പോൾ അവിടെ എത്രത്തോളം എക്സേർട്ട് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എങ്ങനെ പറയാൻ സാധിക്കും? നമുക്കിത് ഇവിടെ ഫോഴ്സ് ഉണ്ട്, ചാർജ് ഉണ്ട്. ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, അറിയാം. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. Q എന്ന് പറയുന്നത് എന്താ? കൂളംബാണ്, അല്ലെ? സോ ഒന്നില്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് വിളിക്കാം, ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് വിളിക്കാം ഡയറക്റ്റ്ലി. ഇല്ലാന്നുണ്ടെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. വോൾട്ട് പെർ മീറ്റർ, അത് വോൾട്ടിനായിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വോൾട്ട് പെർ മീറ്റർ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ ന്യൂട്രൽ പെർ കൂളംബ് എന്നോ അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഓൾറെഡി എഫിന്റെ ഇക്വേഷൻ കുളംബ്സ് ലോയിൽ നിന്ന് നമ്മളെ കിട്ടിയിട്ടുണ്ട്, അല്ലെ? കുളംബ്സ് ലോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ E ഈസ് ഈക്വൽ ടു Q ഇൻറ്റു, നമുക്ക് സപ്പോസ് രണ്ട് ചാർജസ് Q ആൻഡ് Q1 ആണ്. ഇത് Q എന്നും ഇത് Q1 എന്നും നിങ്ങൾ വിചാരിക്കാം. സോ E ഈസ് ഈക്വൽ ടു Q ഇൻറ്റു Q1 ഡിവൈഡ് ബൈ 4πε0 R² ഡിവൈഡഡ് ബൈ Q എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ആ ഫോഴ്സിന്റെ കുളംബ്സ് ലോ വഴി കിട്ടിയ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എഴുതാം Q1 ഡിവൈഡ് ബൈ 4πε0 R² ഡിവൈഡ് ബൈ Q എന്ന് എഴുതാൻ സാധിക്കും. സിംപ്ലിഫൈ ചെയ്യാം, Q ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ക്യാൻസലേഷൻ വഴി കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. കുറച്ച് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ Q1 ഇൻറ്റു 4πε0 R² ഡിവൈഡ് ബൈ Q എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ മാത്തമാറ്റിക്സ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ചാർജ്, എന്താണ് ഫീൽഡ്, എന്താണ് ഇന്റൻസിറ്റി, ഇത്ര നേരം ഒരു സിംഗിൾ ചാർജിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്താ, ഒരിക്കലും നിലനിൽക്കുന്ന ഈ ചാർജൊക്കെ നിലനിൽക്കുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടായിരിക്കില്ല നിലനിൽക്കുന്നത്, അല്ലെ? അത് ഇങ്ങനെ പരന്ന് കിടക്കുമായിരിക്കും. ഒരു സർഫസ് കാണും, ആ സർഫസിൽ ഇങ്ങനെ പരന്നായിരിക്കും നിൽക്കണേ ഈ ഒരു ചാർജ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചാർജ് എന്ന് വിളിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഒരു പോയിന്റ് ചാർജ്, ആ ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ്, അതിന്റെ ഇന്റൻസിറ്റി, അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഇതൊരു ഒരു വലിയൊരു എൻറ്റിറ്റി ആയിരിക്കും. അവിടെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ലൈൻ, ഒരു സിംഗിൾ ലൈൻ ആയിട്ട് നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ലൈൻ ആയിട്ട് ഇരിക്കുകയായിരിക്കും.
ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സർഫസിൽ ഇങ്ങനെ ചാർജ് ഈക്വൽ ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വോളിയത്തിന്റെ അകത്ത് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ എന്ത് തരത്തിലുള്ള സിസ്റ്റം ആണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഇരിക്കുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് പറയുവാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ലൈനും, ഒന്ന് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനും, ഒന്ന് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും, ഒന്ന് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനും. അതായത് നമുക്ക് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനെ എല്ലാം നമുക്ക് 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ലൈൻ ചാർജ്, രണ്ട് സർഫസ് ചാർജ് ആൻഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയായിരിക്കും ഒരു ഫിസിക്കലി ഒരു സ്പേസിൽ ചാർജ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അനാലിസിസിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരു സിസ്റ്റം അനലൈസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ശരി, നമ്മൾ അനലൈസ് ചെയ്യാതിരിക്കുമ്പോൾ അത് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഒരു ലൈൻ ചാർജ് ഒരു ലീനിയർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സർഫസ് റീജിയനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോളിയം റീജിയനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ലൈനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ലൈനിലെല്ലാം ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിനെ ലെങ്ത് ഞാൻ എൽ എന്ന് ഞാൻ വിളിക്കുക, ഇതിനെ എൽ ലെങ്ത് എന്ന് വിളിക്കുകയാണ്. അപ്പൊ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വളരെ ലെങ്ത് ഉള്ളൊരു കണ്ടക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈൻ ആയിരിക്കും. അപ്പൊ അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗെയിൻ നമ്മൾ ഇതിനെ ഫ്രാഗ്മെന്റ് ചെയ്യും. ഒരു സ്മോൾ റീജിയൻ DL, ഈ ഒരു സ്മോൾ റീജിയൻ ഞാൻ എടുക്കുകയാണ്. ഒരു DL എന്ന് പറയുന്ന ഒരു സ്മോൾ റീജിയൻ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു DL-നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ബാക്കി അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു റീജിയനിലെ ചാർജ് കിട്ടുവാണെങ്കിൽ, Q കിട്ടുവാണെങ്കിൽ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ കംപ്ലീറ്റ് L എന്ന് പറയുന്ന കണ്ടക്ടറിലെ കംപ്ലീറ്റ് എത്ര ചാർജ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് L എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ആണ്. അവിടെ ചാർജ് ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ആ ലൈനിന്റെ അകത്ത് എത്ര ചാർജ്, എത്ര Q ഉണ്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചു, എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചു. അത് കണ്ടെത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? മൊത്തത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്മോൾ റീജിയൻ DL എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് എടുത്തു. ആ ഡിഫറൻഷ്യൽ ലെങ്തിലെ ചാർജ് ഞാൻ കണ്ടെത്തും. ആ ഡിഫറൻഷ്യൽ ലെങ്തിലുള്ള ചാർജിനെ ഞാൻ DQ എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പൊ ഈ സ്മോൾ റീജിയനിലെ ഡിസ്ട്രിബ്യൂഷൻ ചാർജ് എന്ന് വിളിക്കുന്നത് DQ ആണ്. അപ്പൊ DQ കിട്ടുവാണെങ്കിൽ എനിക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ടോട്ടൽ Q കിട്ടുമല്ലോ. അപ്പൊ ഈ DQ കിട്ടണമെങ്കിലും എനിക്ക് മറ്റൊരു ചലഞ്ച് ഉണ്ട്. ഈ DQ-ൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തണമല്ലോ. അതിനു വേണ്ടിയാണ് നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് വരുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോകുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം സംഭവങ്ങളുണ്ട്, അതിനെയാണ്, എത്രത്തോളം പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു DL എന്ന് പറയുന്ന ഈ സ്മോൾ റീജിയനിലെ ഒരു ഡെൻസിറ്റി ഞാൻ കണ്ടെത്താൻ പോവാണ്. ഇതാണ് ഒരു യൂണിറ്റ് റീജിയൻ ആണ്. ഒരു യൂണിറ്റ് റീജിയൻ എന്ന് വെച്ചാൽ ഞാൻ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു 1 മീറ്റർ ഞാൻ എടുക്കുകയാണ്. ഈ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടെത്തി എന്ന് വിചാരിക്കാം. ഇതാണ് 1 മീറ്റർ. ഈ 1 മീറ്ററിൽ ഞാൻ കണ്ടെത്തി. ഓക്കെ, 1 മീറ്റർ ഇതാണ് അതിന്റെ ഈ ഒരു ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് ഞാൻ വിളിക്കുക. അതായത് ഒരു ലൈനിലെ ചാർജ് ഡെൻസിറ്റിയാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് ഞാൻ ρL എന്ന് എഴുതും. ഇവിടെ ഞാൻ യൂണിഫോം ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, കാരണം ഒരു ഐഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ അതിനെ ഞാൻ ρL എന്ന് വിളിക്കുകയാണ്. അതിനെ ഞാൻ വിളിക്കുന്നത് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് ഞാൻ വിളിക്കുകയാണ്, ഡെൻസിറ്റി എന്ന് വിളിക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു റീജിയനിൽ കിട്ടി, ഒരു ഡെൻസിറ്റി കിട്ടി. അപ്പൊ ഈ 1 മീറ്ററിലെ കിട്ടി, എനിക്ക് അത്രയും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് DL-ലേക്ക് കിട്ടാലോ. അങ്ങനെ കിട്ടും. DQ = ആ ഒരു ρL × DL ചെയ്താൽ മതി. അപ്പൊ ρL × DL ചെയ്യുമ്പോഴേക്കും എനിക്ക് ആ DL എന്ന് പറയുന്ന ആ സ്മോൾ റീജിയനിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് എനിക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു വലിയ ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് DL എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ റീജിയൻ എടുക്കുകയാണ്. ആ ഡിഫറൻഷ്യൽ റീജിയൻ എടുത്തതിന് ശേഷം ലൈൻ ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും എനിക്ക് അവിടുത്തെ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കിട്ടി. ദെൻ അതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു.
ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ടോട്ടൽ ഈ എൽ എന്ന് പറയുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് എനിക്ക് ലഭിക്കും. സോ ക്യൂ ഇസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ റോ എൽ ഡി എൽ എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ ക്യൂ ഇസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ റോ എൽ ഡി എൽ എന്ന് എഴുതാൻ സാധിക്കും. സോ എനിക്കൊരു വലിയ കണ്ടക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വലിയൊരു കണ്ടക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ടോട്ടൽ ചാർജ് എങ്ങനെ എഴുതാൻ സാധിക്കും? എനിക്ക് അവിടുത്തെ ചാർജ് ഡെൻസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈൻ ഇന്റഗ്രൽ റോയൽ ഡി എൽ ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒരു ലൈൻ കണ്ടക്ടറിലെ ഒരു കണ്ടക്ടറിലെ അല്ലെങ്കിൽ ഒരു ലൈനിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ഒരു സർഫസ് ആണെങ്കിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ലൈനിന്റെ കേസാണ്. നേരെ മറിച്ച് ഒരു സർഫസ് ആണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടെത്തും? സർഫസ് ആണെങ്കിൽ ഇവിടെ ചാർജ് ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിക്കാം. ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് സർഫസ് ആണ്. അവിടെ ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ ഇവിടെ ഒരു സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ സർഫസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അവിടെ റോ എൽ എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ വിളിക്കുന്നത് റോ എസ് എന്നാണ് വിളിക്കുന്നത്. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ആണ്. സർഫസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റോ എസ് എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? എഗെയിൻ ഒരു ഡിഫറൻഷ്യൽ റീജിയൻ എടുക്കണം, ഡിഫറൻഷ്യൽ സർഫസ് എടുക്കണം, ഡി എസ്. ആ ഡി എസിൽ ഡി ക്യൂ എന്ന് പറയുന്ന അത്രയും ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഡി ക്യൂ ഇസ് ഈക്വൽ ടു റോ എസ് ഇൻറ്റു ഡി എസ്. ഈ റോ എസ് ഇൻറ്റു ഡി എസ് ചെയ്യുമ്പോഴേക്കും ഡി ക്യൂ കിട്ടും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സർഫസ് ഇന്റഗ്രൽ റോ എസ് ഡി എസ് എന്ന് പറയുന്ന സർഫസ് ചാർജിന്റെ എണ്ണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് വോളിയം ചാർജ് വരുന്നത്. അവിടെ നമുക്ക് ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന റോ വി എന്ന് പറയുന്ന വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അതായത് ആ വോളിയത്തിന്റെ അകത്ത് ഒരു യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ അതിന്റെ അകത്ത് എത്രത്തോളം ചാർജ് ഉണ്ട്, അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഡി ക്യൂ ഇസ് ഈക്വൽ ടു റോ വി ഡി വി. ദാറ്റ് മീൻസ് ക്യൂ ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി. ക്യൂ ഇസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ വരുന്നത്. ബേസിക്കലി ഇതാണ് ഒരു ഫിസിക്കൽ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെയാണ് വരുന്നത്. ഒന്ന് ലൈൻ ചാർജ്, രണ്ട് സർഫസ് ചാർജ്, മൂന്ന് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. മൂന്ന് തരത്തിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു, ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നല്ലോ. E is equal to q1 by 4 pi epsilon naught r square by q എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ഇനി നമുക്ക് ഈ ക്യൂവും ക്യാൻസൽ ചെയ്യാം. ദെൻ ഈ ക്യൂവിന് നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ച വാല്യൂ, അതായത് സപ്പോസ് ലൈൻ ചാർജ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ലൈൻ ചാർജ് ഇരിക്കുവാണെങ്കിൽ ആ ലൈൻ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇന്റൻസിറ്റി, ഈ റീജിയണിലെ ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ലൈൻ ചാർജ് കാരണം ഉണ്ടാവുന്ന ക്യൂ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെ? നമ്മൾ റോയൽ ഡി എൽ. സോ ആ റോയൽ ഡി എൽ എടുത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ ഈസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ റോയൽ ഡി എൽ ബൈ 4 pi epsilon naught r square എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. സോ ഇ ഈസ് ഈക്വൽ ടു ഒരു ലൈൻ ചാർജ് ആണെങ്കിൽ ആ ലൈൻ ചാർജിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇന്റഗ്രൽ റോയൽ ഡി എൽ ബൈ 4 pi epsilon naught r square എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സിമിലർലി സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാം. സിമിലർലി നമുക്ക് വോളിയം ചാർജ് നമുക്ക് എഴുതാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും സർഫസ് ചാർജിൽ പറഞ്ഞു, അതുപോലെ തന്നെ വോളിയം ചാർജിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അപ്പൊ ഈ ഒരു നമ്മൾ ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. നമുക്ക് ഇത്രയും ഡെൻസിറ്റി ഉണ്ടെന്നൊക്കെ പറയാം. നമുക്ക് അതിനെ നമുക്കൊന്ന് മാത്തമാറ്റിക്കലി നമുക്ക് എഴുതി നോക്കാം. ഇപ്പൊ ചാർജിനെ പറ്റി പറഞ്ഞു, ചാർജ് എന്താന്ന് പറഞ്ഞു, അതിന് ചുറ്റുമുള്ള ഫീൽഡ് പറഞ്ഞു, ഇന്റൻസിറ്റി പറഞ്ഞു. ഓരോ കണ്ടീഷനിലും ലൈനിലും സർഫസിലും വോളിയത്തിലും ഇന്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് വിളിക്കുന്ന ഇ ആണ്. അതുപോലെ തന്നെ ഇന്റൻസിറ്റിയെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്, ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു പാരാമീറ്റർ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ലെറ്റർ എന്ന് വിളിക്കുന്നത്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലെറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. എന്താ ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് സ്പേസിൽ എത്രത്തോളം ലൈൻസ് പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. ഇതൊരു യൂണിറ്റ് സ്പേസ് ആണ് വിചാരിക്കുക. അപ്പൊ ഇതിങ്ങനെ ഫ്ലെക്സ് ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിക് ഫ്ലെക്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഫ്ലെക്സ്. ഇതിന് ഞാൻ ഇവിടുത്തെ ഒരു യൂണിറ്റ് ഏരിയ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഈ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ഫ്ലെക്സ് കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് കൂളംസ് പെർ
സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്ററിന്റെ അകത്ത് എത്രത്തോളം ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഈ ഒരു എത്ര ഫോഴ്സ് ഉണ്ടോ അത്രയും ലൈൻസ് കൂടുതലായിരിക്കും. ലൈൻസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും. സോ നമുക്ക് പറയാൻ സാധിക്കും ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് നമുക്ക് പറയാം. ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് പറയാൻ സാധിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റാൻ വേണ്ടി എഗെയിൻ അവിടെയുള്ള മീഡിയത്തിന്റെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എടുക്കുകയാണ്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുകയാണ്. ഇത് എന്ന് പറയുന്ന PSCക്ക് 2-3 തവണ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ ഒരു സിമ്പിൾ ഇക്വേഷനിൽ നിന്ന് പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഡയറക്ട്ലിയും ചോദിച്ചിട്ടുണ്ട്. ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ എന്ന് പറയുന്ന ഇക്വേഷൻ. So electric field density is equal to permittivity into electric field intensity. ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒരുപാട് തവണ PSCക്ക് ഇതിന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻ വൈസും ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് വന്നിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡെൻസിറ്റി നമുക്ക് കിട്ടി, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു കേസ് കിട്ടി. അപ്പൊ ഈ ടോട്ടൽ ഏരിയ, ഇത് ഒരു കംപ്ലീറ്റ് ഏരിയ അല്ലേ? അപ്പൊ ഈ കംപ്ലീറ്റ് ഏരിയയിലുള്ള ഫ്ലക്സിനെ കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു യൂണിറ്റ് ഏരിയനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? എനിക്കൊരു കംപ്ലീറ്റ് സർഫസ് ഏരിയ ഉണ്ട്, അതിന്റെ ഒരു യൂണിറ്റ് ഏരിയയിലെ ഡെൻസിറ്റി നമുക്ക് കിട്ടി. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഈ വിത്ത് റെസ്പെക്ട് സർഫസ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ടോട്ടൽ ഫ്ലക്സ് സൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. ആ ഡി ഡോട്ട് ഡി എസ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് അതുവഴി പോകുന്ന കംപ്ലീറ്റ് ഫ്ലക്സിന്റെയും വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ആ സർഫസിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ട് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് സൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. Psi is equal to integral d dot ds. Psi is equal to integral d dot ds എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കുക. Psi is equal to d dot ds. Psi is equal to d dot ds. Integral d dot ds എന്ന് പറയുന്ന ഇക്വേഷൻ ഇതും ഒരുപാട് തവണ എക്സാംസിന് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. സോ ടോട്ടൽ ഫ്ലക്സ് ഓൺ എ സർഫസ് എന്ന് വിളിക്കുന്നത് Psi is equal to integral d dot ds ആണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ബേസിക്കലി 2 പാരാമീറ്റേഴ്സ് കിട്ടി. ഇ ആൻഡ് ഡി എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ്. ബേസിക്കലി നമ്മൾ ഈ പഠിക്കുന്ന ലോസ് കുളംസ് ആവട്ടെ ഗോസ് ആവട്ടെ ഇതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇ ആൻഡ് ഡി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ 2 ലോസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ കുളംസ് ലോ പഠിച്ചു അല്ലെ? ഇനി ഈ കുളംസ് ലോനെ നമ്മളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സംഭവങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗോസ് ലോയിലോട്ട് എത്താൻ സാധിക്കും. അപ്പൊ ഈ ഗോസ് ലോ എന്താണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കുളംസ് ലോ എന്ന് പറയുന്ന ഇന്ററാക്ഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഗോസ് ലോ എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞല്ലോ, ഇപ്പോ നമ്മൾ കുളംസ് ലോ സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെൻസിറ്റി ഒക്കെ അതിനെ പറ്റിയൊക്കെ പഠിച്ചു. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും ഒക്കെ മാത്തമാറ്റിക്കലി കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം എത്രത്തോളം ഇന്റൻസിറ്റി മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡെൻസിറ്റി മേക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടെത്താൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ലോ ആണ് ഗോസ് ലോ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഫിസിസ്റ്റ്, ഗോസ് എന്ന് പറയുന്ന ഫിസിസ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി ഈ ഒരു ഗോസസ് ലോ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസിനെ ഒരു ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും ഈ ഒരു കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ക്ലോസ് സർഫസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കുക. കുപ്പിക്കകത്ത് ഫുള്ള് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് പ്ലാസ്റ്റിക് കുപ്പിയാണെന്ന് വിചാരിക്കുക, നിറച്ച് വെള്ളം വെച്ചേക്കാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഒരു സെറ്റിപ്പിൻ എടുത്തിട്ട് ആ കുപ്പിയുടെ ചുറ്റും കുറെ ഹോൾസ് കുത്തി കുറെ ഹോൾസ് ഇട്ടു. അപ്പൊ ആ കുപ്പിക്ക് വെളിയിലോട്ട് പോകുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കുപ്പിക്ക് അകത്തിരിക്കുന്ന വെള്ളത്തിന് ഈക്വൽ തന്നെയായിരിക്കും അതിന്റെ വെളിയിലോട്ട് പോകുന്ന ടോട്ടൽ വെളിയിലോട്ട് പോകുന്ന വെള്ളം എന്ന് പറയുന്നത് അതിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും അല്ലെ? അതാണ് ഗോസ് പറഞ്ഞത്, മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡിനെ വെച്ച് പറഞ്ഞത്. പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഒരു ക്ലോസ് സർഫസ് ഉണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ ക്ലോസ് സർഫസ് എന്ന് വിളിക്കുന്നത്.
ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്, ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ വോളിയം എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും അതിന് വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ് എന്നാണ് നമ്മുടെ ഗോസ് പറഞ്ഞത്. അതായത് ഒരു കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിക്ക് വെളിയിലോട്ട് പോകുന്ന വെള്ളം എന്ന് പറയുന്നത് ആ കുപ്പിക്കകത്തിരിക്കുന്ന വെള്ളത്തിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യം. അത് തന്നെയാണ് നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഗോസ് പറഞ്ഞു വെച്ചത് ഒരു ഗോഷ്യൻ സർഫസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് സർഫസ്. നമുക്ക് മാത്തമാറ്റിക്കലി ഒരു സർഫസ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മാത്തമാറ്റിക്കലി നമുക്ക് ഒരു സർഫസ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗോഷ്യൻ സർഫസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗോഷ്യൻ സർഫസിൽ കൂടി വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ്, അതിന്റെ വെളിയിലോട്ട് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് അവന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഗോസ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ വെളിയിലോട്ട് പോകുന്ന ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് അതിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആണ്. ഇതാണ് ബേസിക്കലി കോൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് ഗോസ് പറഞ്ഞത്. ഇത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാം ജസ്റ്റ് നോക്കാം. അകത്ത് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇരിക്കുകയാണ്. ഇതിനെ ഞാൻ എന്താ പറയാ, ക്യൂ എൻക്ലോസ്, ഇത് നോട്ടീസ് ചെയ്തോളൂ. ക്യൂ എൻക്ലോസ് എന്ന് വിളിക്കുക, കാരണം ആ സർഫസിന്റെ അകത്തിരിക്കുന്ന ചാർജ് ആണ്. അതുകൊണ്ട് ഞാൻ ക്യൂ എൻക്ലോസ് എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് ടോട്ടൽ വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ്. നമ്മൾ ടോട്ടൽ ഫ്ലക്സ് എന്ന ഒരു ടേം തൊട്ട് മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സൈ എന്ന് പറയുന്ന ഒരു ടേം വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ സൈ ആണ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത് സൈ. സോ സൈ ഈസ് ഈക്വൽ ടു ഗോസ് പറഞ്ഞത് എന്താ? ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്. സോ ക്യൂ എൻക്ലോസ്. സോ അകത്തിരിക്കുന്ന ചാർജിനെ ഞാൻ ക്യൂ എൻക്ലോസ് എന്ന് വിളിക്കുകയാണ്. സോ സൈ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് എന്ന് ഞാൻ വിളിക്കുക. ഇനി നമുക്ക് അപ്പോൾ ഇക്വേഷൻ കിട്ടി, നമ്മുടെ തിയറം വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ലോ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാമെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സൈ ആണ്. സൈ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ് ഞാൻ നേരെ ഇങ്ങോട്ട് എടുക്കുകയാണ്. സൈ ഇസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു സൈനെ റീപ്ലേസ് ചെയ്തു. ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഞാൻ റീപ്ലേസ് ചെയ്തു. ഇനി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്യൂ ആണ് അല്ലെ, ക്യൂ എൻക്ലോസ്ഡ് ആണ്. ഇത് എന്ന് പറയുന്നത് എന്താ? ഒരു വോളിയം അല്ലേ? തൊട്ട് നമ്മൾ മുമ്പ് പഠിച്ചില്ല, വോളിയം അല്ലേ? ഒരു വോളിയത്തിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്താ? അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. ഒരു വോളിയത്തിന്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ കാര്യമാണ്. അത് എങ്ങനെയാണ്? അപ്പോ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡിന് ക്യൂ ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് കിട്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. സോ ക്യൂ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ആണ്. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. റോ വി ഡി വി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അപ്പൊ നമുക്ക് നോക്കുകയാണ്, ക്യൂ ഉണ്ട്, സർഫസ് ഇന്റഗ്രൽ ആണ്, വോളിയം ഇന്റഗ്രൽ ആണ്. അപ്പോൾ യാതൊരു കമ്പാരിസൺ പോസിബിൾ അല്ല. അപ്പോൾ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വെക്ടർ കാൽക്കുലസിൽ പഠിച്ച ഒരു തിയറം നമ്മൾ ഇങ്ങോട്ട് കടമെടുക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഡൈവേർജൻസ് തിയറം. ഡൈവേർജൻസ് തിയറം നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ വെക്ടർ കാൽക്കുലസിൽ പഠിച്ചൊരു കാര്യമാണ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കടമെടുക്കുകയാണ്. അത് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സർഫസ് ഇന്റഗ്രലിനെയും വോളിയം ഇന്റഗ്രലിനെയും തമ്മിൽ ഒരു കോറിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറമാണ് ബേസിക്കലി ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. സർഫസ് ഇന്റഗ്രലിനെയും വോളിയം ഇന്റഗ്രലിനെയും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറമാണ് ഡൈവേർജൻസ് തിയറം എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു തിയറത്തിന് നമ്മൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. സോ അത് ഞാൻ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും
ദാറ്റ് വിൽ ബി ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ ഞാൻ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോഴേക്കും വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ എനിക്ക് ആ ഒരു സർഫസ് ഇന്റഗ്രലിനെ ഒരു വോളിയം ഇന്റഗ്രൽ ആയിട്ട് ഞാൻ മാറ്റി എഴുതും. ഞാൻ അവിടെ ജസ്റ്റ് എഴുതുകയാണ്. സോ Q is equal to volume integral del dot d dv is equal to volume integral rho v dv എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും അല്ലെ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ വോളിയം ഇന്റഗ്രൽ, ഇവിടെ വോളിയം ഇന്റഗ്രൽ എനിക്ക് കമ്പയർ ചെയ്യാമല്ലോ. സോ വോളിയം ഇന്റഗ്രൽ ആണ്. ദാറ്റ് മീൻസ് del dot d is equal to rho v. del dot d is equal to rho v എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. del dot d is equal to rho v. ഈ ഡോട്ട് d എന്ന് പറയുന്നത് എന്താ? ഡൈവേർജന്റ്. ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്നത് ഡൈവേർജന്റ് എന്നാണ് വിളിക്കുന്നത്. ഡൈവേർജന്റ് എന്നാണ് വിളിക്കുന്നത്. ഗ്രേഡിയന്റ് ഉണ്ട്, ഡൈവേർജന്റ് ഉണ്ട്, കേൾ ഉണ്ട്, അങ്ങനെ പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ വെക്ടർ കാൽക്കുലസിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഡെൽ ഡോട്ട് ഡി ബേസിക്കലി ഡൈവേർജൻസ് ഓഫ് ഡി. ഡെൽ ഡോട്ട് ഡി എന്ന് വിളിക്കുന്നതിന് നമുക്ക് പറയാം ഡൈവേർജൻസ് ഓഫ് ഡി എന്ന് വിളിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ബേസിക്കലി ഡൈവേർജൻസ് ഓഫ് ഡി എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റ് സീറോയിലേക്ക് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ബേസിക്കലി അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഡൈവേർജൻസ് തിയറത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു വെക്ടർ സീറോയിലോട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വരുമ്പോൾ ആ ഷ്രിങ്ക് ചെയ്ത് വരുന്ന സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ വെക്ടറിനെയാണ്, അതായത് ഡൈവേർജ് ചെയ്തു പോകുന്ന ആ വെക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറമാണ് ഡൈവേർജൻസ് തിയറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഒരു പോയിന്റ് ഇങ്ങനെ സീറോയിലോട്ട് ഷ്രിങ്ക് ചെയ്ത് വരുമ്പോൾ ആ സർഫസിൽ നിന്ന് വെളിയിലേക്ക് ഡൈവേർജ് ആയി പോകുന്ന വെക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറാണ് ഡൈവേർജൻസ് തിയറം. അപ്പൊ ഡൈവേർജൻസ് ഓഫ് ഡി എന്ന് വിളിക്കുമ്പോൾ എന്താ? ഡൈവേർജ് ചെയ്തു പോകുന്ന ഡി, അതായത് വെളിയിലേക്ക് പോകുന്ന ഡി. നമ്മള് ഗോസ്ലോയുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു ഗോഷ്യൻ സർഫസിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ്, അത് തന്നെയല്ലേ അപ്പൊ ഈ പറഞ്ഞു വന്നിരിക്കുന്ന ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത്. ഡൈവേർജൻസ് ഓഫ് ഡി മീൻസ് വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ് ഡി ആണ്. നമ്മൾ ഗോസ്ലോ പറഞ്ഞത് വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സ്. സോ ഡെൽ ഡോട്ട് ഡി, ഡൈവേർജൻസ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു റോ വി എന്ന് പറയുന്നത് എന്താ? വോളിയം ചാർജ് ഡെൻസിറ്റി, അതായത് വോളിയത്തിന്റെ അകത്തുള്ള ഡെൻസിറ്റി. സോ വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് ടി. ഇത് തന്നെയല്ലേ നമ്മുടെ ഗോസ്ലോ പറഞ്ഞത്? വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ചാർജിന് ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ ഗോസ് പറഞ്ഞു വെച്ചത്. സോ നമുക്ക് പറയാൻ സാധിക്കും ഗോസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത് റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി ആണ് എന്ന് പറയാൻ സാധിക്കും. ഇതും ഈ പറയുന്ന പോലെ ഒരുപാട് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ആണ്. ഓർത്ത് വെക്കുക, റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിക്കുമ്പോൾ മാക്സ്വെൽസിന്റെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാറുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പറയുന്ന റോ വി ഇൻറ്റു ഡെൽ ഡോട്ട് ഡി ആണ്. അപ്പോൾ ഇതും ഏതോ ഒരു 1-2 എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ഏത് ലോയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് ഒരു എക്സാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതിൽ നിന്നാണ്? ഗോസസ് ലോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ മാക്സ്വെൽസിന്റെ സെക്കൻഡ് ലോ ഉണ്ട്, അതും ഈ പറയുന്ന പോലെ കൺസർവേഷൻ നേച്ചർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് അത് വന്നേക്കുന്നത്. ദെൻ തേർഡ് വന്നിരിക്കുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് മോണോപോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്, മാഗ്നറ്റിക്സിൽ ആണ് വന്നേക്കുന്നത്. ദെൻ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ആംബിയർ സർക്യൂട്ടൽ ലോയിൽ നിന്നാണ് നമ്മുടെ 4ാമത്തെ മാക്സ്വെൽ തിയറം വന്നിരിക്കുന്നത്. അപ്പോൾ
ഓരോ മാക്സിസ് തിയറം എന്താണെന്ന് പഠിക്കുക, ദെൻ ഓരോ മാക്സിസ് തിയറം എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ മാക്സിസിന്റെ ഫസ്റ്റ് ലോ തിയറം എന്ന് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്ന ഇന്റഗ്രൽ ഫോം, അതായത് ഈ ഇന്റഗ്രേഷന്റെ ഫോമിൽ എന്ന് പറയാൻ സാധിക്കും. ദെൻ ഡിഫറൻഷ്യൽ ഫോം, ദാറ്റ് മീൻസ് ഒരു ഡിഫറൻഷിയേറ്റർ ഓപ്പറേറ്ററിന്റെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഡെൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. സോ ഇന്റഗ്രൽ ഫോം എന്ന് വിളിക്കുന്നത് Q is equal to സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് വോളിയം ഇന്റഗ്രൽ റോ വി ഡി വി. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഇന്റഗ്രൽ ഫോമിൽ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ ഗോസസ് ലോന്റെ ഇന്റഗ്രൽ ഫോം എന്ന് വിളിക്കുന്നത്. ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തതാണ് ഡിഫറൻഷ്യൽ ഫോം എന്ന് വിളിക്കുന്നത് റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്ന ഒരു ഫോം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇത് ഡിയും ഇയും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് പറഞ്ഞില്ലേ. ഇനി അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു പോയിന്റ് ചാർജ് ഞാൻ ഈ പി അല്ലേക്കട്ടെ, ഈ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ ക്യൂ കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം ഡെൻസിറ്റി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ ക്യൂ കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഉണ്ടെന്ന് എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ ഗോസ് ലോ വെച്ച് കണ്ടെത്താം. എന്നോട് ചോദിക്കുക അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അതൊന്ന് കണ്ടെത്തി തരാമെന്ന് ചോദിക്കും. ഞാൻ പറയും ഓക്കെ കണ്ടെത്താൻ പറ്റും, ഗോസസ് ലോ വെച്ച് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പോയിന്റിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് എന്റെ ഗോഷ്യൻ സർഫസ്, അതായത് ഈ ഫീൽഡിന്റെ അകത്തുള്ള ഒരു ഗോഷ്യൻ സർഫസ് ഞാൻ ഇമാജിൻ ചെയ്തു. ദെൻ ആ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി എന്ന് പറയുന്ന ഫ്ലെക്സ് വെളിയിലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ആ പിയിൽ നിന്ന് വെളിയിലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ആ പീനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഡിയുടെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു യൂണിറ്റ് വെക്ടർ AR എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. സോ ഡി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഡി ഇസ് ഈക്വൽ ടു DRAR, കാരണം ഡയറക്ഷൻ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഞാൻ എന്താ ചെയ്ത് ഗോസസ് ലോ ഞാൻ എടുക്കുകയാണ്. ഗോസസ് ലോ എന്ന് പറയുന്ന Q is equal to സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരുന്നല്ലോ സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. സോ ഞാൻ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വെളിയിലോട്ട് എടുക്കുകയാണ്. DR സർഫസ് ഇന്റഗ്രൽ ഡി എസ് എടുത്തു. ദാറ്റ് മീൻസ് സർഫസ് ഇന്റഗ്രൽ ഡി എസ് എന്ന് വെച്ചാൽ സർഫസ് ഏരിയ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. സോ ഈ ഒരു റീജിയന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, 4πr². ആണ് ഡിസ്റ്റൻസ് എങ്കിൽ നമുക്ക് എഴുതാമല്ലോ ടോട്ടൽ സർഫസ് ഏരിയ വിൽ ബി ഈക്വൽ ടു DR 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ Q is equal to DR 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ടോട്ടൽ D will be equal to Q divided by 4πr². D is equal to Q by 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. സോ എനിക്ക് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ, ആ പോയിന്റ് ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡെൻസിറ്റി മീൻസ് D is equal to Q by 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ന്റെ വാല്യൂ എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, E will be equal to, നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, D is equal to എപ്സിലോൺ നോട്ട് E അല്ലെ. അപ്പൊ E will be equal to D by epsilon. സോ ഡി നമുക്കറിയാം Q by 4πr² ആണെന്നറിയാം. സോ Q by 4π epsilon നോട്ട് r² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ഇയുടെ വാല്യൂ എനിക്ക് അങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഒരു പോയിന്റ് ചാർജ് തന്നപ്പോൾ എനിക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്ത് ഒരൊറ്റ സിംഗിൾ ലൈൻ കൊണ്ട് തന്നെ എനിക്ക് ഡി കണ്ടെത്താൻ സാധിച്ചു, ദെൻ ഇയും കണ്ടെത്താൻ സാധിച്ചു. അപ്പൊ ഇപ്പൊ ഒരു പോയിന്റ് ചാർജിന്റെ കേസാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള കണ്ടക്ടർ ആണ്. ആ സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഈ ലൈൻ എന്ന് പറയും, ഇതാണ് ലൈൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്, അപ്പൊ ഈ ലൈൻ കാരണം ഈ പിയിൽ ഉണ്ടാവുന്ന ഡെൻസിറ്റി ആണ് ഈ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്താ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കും. റോ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ലൈനിൽ നിന്ന് ആ ഗോഷ്യൻ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റോ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ് എന്ന് നമ്മൾ പറയുകയാണ്. ദെൻ അഗെയിൻ ഈ ഡിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, D is equal to D rho A rho എന്ന് ഞാൻ അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. അഗെയിൻ നമ്മൾ ഗോസസ് ലോ എടുക്കുന്നു. Q is equal to സർഫസ് ഇന്റഗ്രൽ D dot ds ആണ്. അഗെയിൻ ഇന്റഗ്രൽ ds ആണ്. ഒരു സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എങ്ങനെയാ, 2π rho L ആണ് സർഫസ് ഏരിയ വരുന്നത്. സോ DR into
2πρL എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ടോട്ടൽ ഡെൻസിറ്റി ഒക്കെ എങ്ങനെ എഴുതാൻ സാധിക്കും? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, 2/2πρL എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. 2π d is equal to 2π Q/2πρL എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ടും കൂടെ എടുക്കുക. 2/2π ρ ഇൻറ്റു എൽ എഴുതുമ്പോഴേക്കും എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും എഴുതാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഗോസസ് ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ചാർജ് ആകാം, ലൈൻ ചാർജ് ആകാം, സർഫസ് ചാർജ് ആകാം, അങ്ങനെ ഏത് ആപ്ലിക്കേഷൻസിലും നമുക്ക് ഇഒ ഡിഒ ഒക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗോസസ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളംസ് ലോ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും കുറെ മാനിപ്പുലേഷൻ ഒക്കെ നടത്തുമ്പോഴേക്കും നമുക്ക് ഗോസ് ലോയും കുളംസ് ലോയിൽ നിന്ന് നമുക്ക് മാനിപ്പുലേഷൻ നടത്തി വരുമ്പോഴേക്കും നമുക്ക് ഗോസസ് ലോയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ബേസിക്കലി ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനാണ്? അതൊരു വലിയൊരു ചോദ്യമാണ്. എന്തിനാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫീൽഡിന്റെ നേച്ചർ കണ്ടെത്താൻ വേണ്ടി. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫീൽഡിന്റെ നേച്ചർ കണ്ടെത്താൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ലോസ് ആണ് കുളംസ് ലോ ആൻഡ് ഗോസസ് ലോ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് എന്ന് ശക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വരിക. ഇതെല്ലാം പ്രീവിയസ് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇത് പഴയ എക്സാം പാറ്റേണിൽ അല്ലെങ്കിൽ ഒരു 2022, 2023 വരെയുള്ള എക്സാംസിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റീസ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താ? ഒരു പോയിന്റ് ചാർജിൽ ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു എനർജി സ്ട്രെങ്ത്തിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജൂൾസ് പെർ കുളംബ് അല്ല, ന്യൂട്ടൺ പെർ കുളംബ്, F/Q ആണ്. ഇത് ഓക്കെ ആണ്. അതിന്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോൾട്ട് പെർ മീറ്റർ. ഇത് വോൾട്ട് പെർ ആണ്, ഇത് വോൾട്ട് പെർ മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ന്യൂട്ടൺ പെർ കുളം ആൻഡ് വോൾട്ട് പെർ മീറ്റർ, ബോത്ത് ബി ആൻഡ് സി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. രണ്ടും നമുക്ക് പഠിച്ചിട്ടുള്ള കേസ് ആയിരുന്നു. സോ ബോത്ത് ബി ആൻഡ് സി ആണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, കുളംസ് ലോ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് വിത്ത്. കുളംസ് ലോ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് വിത്ത്. കുളംസ് ലോ എന്ന് പറയുന്നത് മോസ്റ്റ് റിസംബിളൻസ് കാണിക്കുന്ന ഏതിനകത്താണ്? ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ അല്ല, അത് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും അല്ല. ഗോസസ് തിയറം പക്ഷെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും അല്ല. ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അത് എന്ന് പറയുന്ന ഒരു അട്രാക്ഷന്റെ ഒരു സംഭവം അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കുളംസ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസിന്റെ ലോ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും എന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഓർത്ത് നോക്കുക, ഗോസ് ലോയും കുളംസ് ലോയും തമ്മിൽ ബന്ധമില്ല, എത്തിക്കാം എന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷെ അത് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് വിത്ത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. The absolute permittivity of vacuum is taken as absolute permittivity of vacuum is taken as നമ്മൾ പറഞ്ഞാണ്. എത്രയാണ് പറഞ്ഞത്? 8.854 × 10⁻12 farad per meter. -12 farad per meter ആണ് വാക്വം, അതായത് ഫ്രീ സ്പേസിന്റെ absolute permittivity വരുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Then a region around a stationary electric charge has. സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് നമുക്കറിയാം എന്താണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചാർജിന് ചുറ്റുമുള്ള അതിന്റെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന റീജിയൻ, ആ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. The space surrounding a charge within which the influence of charge extends is known as electric field. നമ്മൾ പറഞ്ഞ കാര്യമാണ്. 1 coulomb is equal to, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഒരു PSCയുടെ ചോദ്യമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു AEO സബിന്റെ എങ്ങാനും ചോദ്യമായിരുന്നു ഈ ചോദ്യം. 1 coulomb is equal to 6 × 10⁻18 ഇലക്ട്രോൺ. ചെറുതാണെന്ന് ചിന്തിക്കേണ്ട. ഇതും ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് PSCക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണെന്ന് ഓർക്കുമ്പോൾ. പക്ഷെ ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ സബ് എഞ്ചിനീയറിന്റെയോ AEയുടെ എങ്ങാണ്ട് ഏതൊരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. 1 coulomb is equal to 6 × 10⁻18 ഇലക്ട്രോൺ ആണ് ആൻസർ വരുന്നത്. The direction of electric field due to positive charge is, നമ്മൾ ഫിഗർ ഒക്കെ കാണിച്ച് പറഞ്ഞു തന്ന, away from the charge.
നമ്മൾ ആ ഫിഗർ കാണിച്ചല്ലോ, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ലൈൻസ് വെളിയിലോട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നൊക്കെ ഒരു ഫിഗർ കാണിച്ചല്ലേ. സോ എവേ ഫ്രം ദ ചാർജ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ദെൻ SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ്, നമുക്കറിയാം കൂളംസ് ആണ് ചാർജിന്റെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. If the distance between the two charged particles is reduced to half the original distance, then the force between them becomes. If the distance between two charged particles is reduced to half, രണ്ട് പാർട്ടികൾ Q1 and Q2 ഉണ്ടായിരുന്നു, അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പകുതിയാക്കി അല്ലെ, R/2 ആക്കി. Distance between the force reduced to half the original distance, then the force between them becomes. പിന്നെ അങ്ങനെയാകുമ്പോൾ തമ്മിലുള്ള ഫോഴ്സ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, R/2 ആയി. അപ്പൊ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും വരുന്നത്? 4 ടൈംസ് ആയിരിക്കും വരുന്നത്. കാരണം F is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ് വരുന്നത്. R ഇവിടെ എന്ന് പറയുന്നത് by2 ആയി. സോ R²/2 ആവും. ദാറ്റ് മീൻസ് R²/4 ആവും. അപ്പൊ നേരെ നമ്മൾ എഴുതുമ്പോഴേക്കും റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴേക്കും 4 ടൈംസ് ആയിട്ടായിരിക്കും വരുന്നത്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ അവിടെ ഫോഴ്സ് കൂടും, ഇന്ററാക്ഷൻ കൂടും, ഈ ഫീൽഡുകളുടെ ഇന്ററാക്ഷൻ കൂടുമ്പോഴേക്കും അവിടെ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് അതനുസരിച്ച് കൂടുകയോ കുറയുകയൊക്കെയാണ് സംഭവിക്കുന്നത്. സോ ഹാഫ് ആകുമ്പോഴേക്കും 4 ടൈംസ് ആണ് അവിടെ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഫോഴ്സ് വേരിയേഷൻ സംഭവിക്കുന്നത്. 4 ടൈംസ് ആയിരിക്കും കൂടുക. Which one represents the Maxwell's first equation in integral form? First equation in integral form, rho v del dot d, അത് ഇന്റഗ്രൽ ഫോം ആണോ? അല്ല, അത് ഡിഫറൻഷ്യൽ ഫോം ആണ് അല്ലെ. ദെൻ E dot ds, E അല്ല വരുന്നത്. D dot ds = 0 ആണോ? Then del dot d ds, surface integral D dot ds is equal to volume integral rho v dv. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എ പറയാം, ഡിയും പറയാം. പക്ഷെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ഇന്റഗ്രൽ ഫോം ആണ് അല്ലെ. ഇത് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഫോം ആണ്. സോ ഇന്റഗ്രൽ ഫോം എന്ന് വിളിക്കുന്നത് സർഫസ് ഇന്റഗ്രൽ D dot ds is equal to വോളിയം ഇന്റഗ്രൽ rho v dv ആണ് നമ്മുടെ ഇന്റഗ്രൽ ഫോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ആൻസറും മാക്സ്വെൽസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഇന്റഗ്രൽ ഫോം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഒരിക്കലും ഈസി ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യേണ്ട, ടഫ് ആയിട്ടുള്ള തന്നെ എക്സ്പെക്ട് ചെയ്യണം. കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഒരു ടോപ്പിക്കിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഇതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസ് ഡിസ്കഷൻ നമ്മൾ ഉണ്ടായിരുന്നതായിരുന്നു. ഒരു വാസ്റ്റ് ആയിട്ടുള്ള പരന്നു കിടക്കുന്ന ഒരു സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് അത്യാവശ്യം ഒരു 50% പ്രോബ്ലമാറ്റിക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതനുസരിച്ച് ആ ഒരു പ്രോബ്ലമാറ്റിക് കോൺസെപ്റ്റിൽ തന്നെ നിങ്ങൾ എക്സാമിനും പ്രിപ്പയർ ചെയ്യുക. തിയററ്റിക്കലി പ്രോബ്ലമാറ്റിക്കും ആയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാറേ, ഒക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. സാറേ വൈൻഡപ്പ് ചെയ്തേക്കാം സാറേ. ഓക്കെ, ശരി, താങ്ക് യു, ഗുഡ് നൈറ്റ്. നൈറ്റ് സാർ.